ഹലോ എവ്രി വൺ, വെൽക്കം ടു ഷാഡോ അക്കാഡമി. ഇന്നത്തെ നമ്മുടെ വീഡിയോ NCERTയിലെ 6ാം ക്ലാസ്സിൻ്റെ സയൻസിലെ ചാപ്റ്റർ 10 ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചെറിയൊരു ചാപ്റ്ററാണ്, അധികമൊന്നും നോക്കാനില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊക്കെ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിത്തിങ് ഓർ എനി ഇവൻറ്റ് ദാറ്റ് പ്രോംസ് ലിവിങ് ബീയിങ്സ് ടു റെസ്പോണ്ട് ഇസ് കോൾഡ് എ സ്റ്റിമുലസ്. അപ്പോൾ ഒരു ലിവിങ് ബീയിങ്ങിനെ റെസ്പോണ്ട് ചെയ്യിപ്പിക്കുന്ന ഏതൊരു കാര്യമോ ഏതൊരു ഇവൻറ്റിനെയോ നമുക്ക് സ്റ്റിമുലസ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ തൊട്ടാവാടി ചെടിയില്ലേ, അപ്പോൾ അതിൻ്റെ ഇലയിൽ തൊടുമ്പോൾ അതിങ്ങനെ ക്ലോസ് ആവൂലേ, ആ തൊടുന്നതിനാണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സ്റ്റിമുലസ് നമ്മുടെ ടച്ചാണ് വന്നത്. ചില സിറ്റുവേഷനിൽ അത് ലൈറ്റ് ആവാം, നമ്മുടെ സൺലൈറ്റ് ആവാം, അങ്ങനെ എന്ത് വേണോ ആവാം. ഓക്കെ, അപ്പോൾ അതാണ് അവിടുത്തെ ഒരു മെയിൻ പോയിൻറ്റ്. പിന്നെ ഇവിടെ ഒന്നും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഓക്കെ, ഇവിടെ തൊട്ട് നോക്കാം. സം സീഡ്സ് ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ് ലൈക്ക് കോളിയസ് ആൻഡ് പെറ്റൂണിയ റിക്വയർ ലൈറ്റ് ടു ജേർമിനേറ്റ്. അതായത് ഈ വിത്ത് മുളച്ച് വരണമെങ്കിൽ ലൈറ്റിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ചില വിത്തുകൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ദേ നീഡ് ഡാർക്ക്നെസ് ടു ജെർമിനേറ്റ്. സോ ഇവിടെ പറയുന്ന ഈ കാലൻഡുലയും സിന്നിയ എന്നൊക്കെ പറയുന്ന ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഡാർക്ക്നെസ് ആണ് ആവശ്യം. അപ്പോൾ അവരെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള സോയിൽ വെച്ച് കവർ ചെയ്യണം. ഈ പെറ്റൂണിയ ചെടിയും കോളിയസ് ചെടിയും ഒക്കെ നമ്മൾ കുറച്ച് ലൈറ്റ് കിട്ടുന്ന രീതിക്ക് വേണം അത് മുളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ, സിമ്പിൾ കാര്യമാണ്. വേറെ അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. ഇതാ ഇങ്ങനെയൊക്കെ വെക്കാം, ലൈറ്റ് കയറുന്ന രീതിക്ക് ഇങ്ങനെയൊക്കെ വെക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇതാ ഈ പുള്ളിക്കാരനെ നമ്മൾ ശ്രദ്ധിക്കണം. ജഗദീഷ് ചന്ദ്ര ബോസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. 1858 മുതൽ 1937 വരെയാണ് പുള്ളിക്കാരൻ ജീവിച്ചിരുന്നത്. വാസ് എൻ ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ഹു ഡിഡ് സം ഫാസിനേറ്റിംഗ് എക്സ്പെരിമെൻറ്റ്സ് വിത്ത് പ്ലാന്റ്സ്. അപ്പോൾ എക്സ്പെരിമെൻറ്റ് ആരിൽ ചെയ്തു? പ്ലാന്റ്സിൽ ചെയ്തു. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ്. ഹി ബിൽഡ് എ മെഷീൻ കോൾഡ് ക്രെസ്കോഗ്രാഫ്. ക്രെസ്കോഗ്രാഫ് അപ്പോൾ ആരുണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഗദീഷ് ചന്ദ്ര ബോസ് ആണ് ആൻസർ. ഓക്കെ, എന്തിനാണ് അതുണ്ടാക്കിയത്? ടു റെക്കോർഡ് ഹൗ പ്ലാന്റ്സ് റെസ്പോണ്ട് ടു സ്റ്റിമുലൈ ലൈക്ക് ലൈറ്റ്, ഹീറ്റ്, ഇലക്ട്രിസിറ്റി ആൻഡ് ഗ്രാവിറ്റി. അപ്പോൾ പ്ലാന്റ്സ് സ്റ്റിമുലൈ ആയ ലൈറ്റ്, ഹീറ്റ്, ഇലക്ട്രിസിറ്റി, ഗ്രാവിറ്റി ഇതിനൊക്കെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രെസ്കോഗ്രാഫ് പുള്ളിക്കാരൻ ഡെവലപ്പ് ചെയ്തത്. വിത്ത് ദിസ് മെഷീൻ ഹി കുഡ് മെഷർ ഹൗ ഫാസ്റ്റ് പ്ലാന്റ്സ് ഗ്രോ. ഹി ഓൾസോ ഷോഡ് ദാറ്റ് ദ പ്ലാന്റ്സ് ക്യാൻ സെൻസ് ആൻഡ് റെസ്പോണ്ട് ടു സ്റ്റിമുലൈ. അത്രേ ഉള്ളൂ. പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിൻ്റെ റേറ്റും അതേപോലെ പ്ലാന്റ്സിന് സ്റ്റിമുലൈ സെൻസ് ചെയ്യാൻ റെസ്പോണ്ട് ചെയ്യാനൊക്കെ പറ്റുമെന്ന് ഈ മെഷീൻ വെച്ച് പുള്ളിക്കാരൻ ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, അടുത്ത ഇതൊക്കെ അറിയാമായിരിക്കുമല്ലോ. ലൈഫ് സൈക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സീഡ് പ്ലാന്റായി അത് പിന്നെ ഡെത്ത് വരെ പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് ലൈഫ് സൈക്കിളിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റേജ് 1 സീഡ്, രണ്ടാമത്തെ സ്റ്റേജ് 2 സീഡ് ജെർമിനേഷൻ, സീഡ് മുളച്ച് വരുന്നു. സ്റ്റേജ് 3 അപ്പിയറൻസ് ഓഫ് ലീഫ് വരുന്നു. സ്റ്റേജ് 4 അപ്പിയറൻസ് ഓഫ് ഫ്ലവേഴ്സ്, പിന്നെ അപ്പിയറൻസ് ഓഫ് ഫ്രൂട്ട്സ്, പിന്നെ ലാസ്റ്റ് ഡെത്ത്, പ്ലാന്റിൻ്റെ ഡെത്ത്. പിന്നെ അത് ഫ്രൂട്ടിൻ്റെ പോഡ്, സീഡ്സ് ഉള്ളൊരു പോഡ് കാണുമല്ലോ ഓബ്വിയസ്ലി, അത് പിന്നെ സീഡായി അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെയാണ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അതേപോലെ മൊസ്കിറ്റോയ്ക്ക് ലൈഫ് സൈക്കിളുണ്ട്. പ്യൂപ്പ ലാർവയാവും, പിന്നെ അത് പറന്ന് പുറത്ത് വരും. ഇവിടെ ഒരു നല്ല ഇമ്പോർട്ടൻ്റ് അല്ല, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കണ്ടു. ഇവിടെ ഐ ഹാവ് സീൻ മൈ മദർ സ്പ്രേയിങ് കെറോസിൻ. അപ്പോൾ മണ്ണെണ്ണ നമ്മൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊഴിക്കുന്ന കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ആ പുള്ളിക്കാരൻ്റെ അമ്മ അങ്ങനെ ചെയ്തെന്നാണ് പറയുന്നത്. എന്തിനാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരി പറയുന്നു അത് കെറോസിൻ ഓയിൽ ഒരു ചെറിയ തിൻ ലെയർ വെള്ളത്തിൻ്റെ സർഫസിലുണ്ടാക്കും. അത് കാരണം ഈ ലാർവയ്ക്ക് പ്യൂപ്പയ്ക്ക് ഒന്നും എയർ ശ്വസിക്കാൻ കിട്ടില്ല, അങ്ങനെ അത് മരിച്ചു പോകും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കൊതുക് പടരാതിരിക്കാൻ, നമുക്ക് കൊതുക് പടരാതിരിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, സിമ്പിൾ. ഇവിടെ സ്റ്റേജ് 1 എഗ്ഗാണ് കൊതുവിൻ്റെ. എഗ്ഗ് ലാർവയായി, പിന്നെ പ്യൂപ്പയായി, പിന്നെ അഡൽട്ട് മോസ്കിറ്റോ ആയിട്ട് മാറി. സിമ്പിൾ. ഇവിടെ പിന്നെ സിൽക്ക് മോത്ത്, പട്ടുനൂൽ ചിത്രശലഭത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓൾസോ പാസസ് ത്രൂ 4 സ്റ്റേജ്. അതിനും 4 സ്റ്റേജസ് ഓഫ് ലൈഫ് ഉണ്ട്. എഗ്ഗ്, ലാർവ, പ്യൂപ്പ, അഡൽട്ട്. എഗ്സ് ഹാച്ച് ഇൻ ടു ലാർവേ ആൻഡ് വിച്ച് ഗ്രോ ഇൻ ടു സൈസ്. ഈ ലാർവയിൽ നിന്ന് ഒരു സെക്രീഷൻ വരുന്നുണ്ട്, ഒരു ത്രെഡ് ലൈക്ക് മെറ്റീരിയലാണ് ആ സെക്രീഷൻ, വിച്ച് ദേ റാപ്പ്
അറൗണ്ട് ദംസെൽസ്, അതിന് ചുറ്റും അത് റാപ്പ് ചെയ്തെടുക്കും അത് ബിഫോർ ചേഞ്ചിങ് ഇൻ ടു പ്യൂപ്പേ ആവുന്നതിന് മുന്നേ അത് ചെയ്യുന്ന പരിപാടിയാണ് ഈ റാപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഫൈബേഴ്സിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മളെ സിൽക്ക്, നമ്മുടെ പട്ട് ഫാബ്രിക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇൻ ഇന്ത്യ ദ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, KVIC, ദ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ഹാസ് സെറ്റ് അപ്പ് സെവറൽ സെൻറ്റേഴ്സ് ഫോർ സിൽക്ക് പ്രൊഡക്ഷൻ. അപ്പോൾ സിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പല സെൻറ്റേഴ്സും ഈ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ. ഇനി അടുത്തത് തവളയുടെ കാര്യമാണ് പറയുന്നത്. തവളയുടെ ലൈഫ് സൈക്കിളിനാണ് പറയുന്നത്. സ്പോൺ എന്ന് പറയും ഏറ്റവും ചെറിയ ഇതിനെയാണ് സ്പോൺ എന്ന് പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഏറ്റവും ചെറിയ സ്റ്റേജാണത്. സ്പോൺ കണ്ടോ, അത്രേ ഉള്ളൂ. പിന്നെ ടാഡ്പോൾ എന്ന് പറയുന്നൊരു സ്റ്റേജ് ഉണ്ട്. ടാഡ്പോൾ ഇവിടെ ആയിരിക്കും വരുന്നത്. ടാഡ്പോൾ വിത്ത് ടെയിലാണ് ഇവിടെ. പിന്നെ ടാഡ്പോൾ വിത്ത് ലെഗ്സ് ആവും. പിന്നെ ഫ്രോഗ്ലെറ്റ് എന്ന് പറയുന്ന ഒരു ഇതാവും. പിന്നെ അഡൽട്ട് ഫ്രോഗ് ആവും. അഡൽട്ട് ഫ്രോഗ് 14 വീക്സ് ആകുമ്പോഴാണ് ആവുന്നത്. സിമ്പിളല്ലേ, അധികമൊന്നും പഠിക്കാനില്ല ഇതിൽ. കഴിഞ്ഞോടാ, ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ PDF നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അവിടെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ബാക്കി പ്ലേലിസ്റ്റിലുള്ള ബാക്കി വീഡിയോസ് കണ്ടിന്യൂ ചെയ്ത് കാണുക. അപ്പോൾ ശരി, ഓക്കെ. അടുത്ത